പാലായിൽ പൊതുജനാരോഗ്യ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു. ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ശേഷം ലാലം പാലം ജംഗ്ഷനിലാണ് പരിപാടി നടന്നത്. രാജ്യത്തിന് മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രതിപക്ഷം ഇകഴ്ത്തി കാണിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി MP പറഞ്ഞു. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരുമിച്ച് നിന്ന് പോകേണ്ടതാണ്, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇപ്പോൾ പാലാ ആശുപത്രിയിൽ അവിടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ആ പദ്ധതി 2.5 കോടി രൂപ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും, അതുകൂടാതെ 1 കോടി രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും, 1 കോടി രൂപ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അവിടുത്തെ വികസനത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അത് ഈ നാടിന് വേണ്ടിയല്ലേ. അവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്ന് പറയുന്ന രക്തം പരിശോധിക്കാനുള്ള പദ്ധതി 5 കോടി രൂപയുടെ മിഷനറി കൊണ്ടുവന്ന് നമ്മൾ വെച്ചപ്പോൾ അത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ്, കേന്ദ്ര പദ്ധതിയല്ലേ. ആ കേന്ദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് തെറ്റപ്പോൾ ആക്ഷേപവും പരിഹാസങ്ങളുമായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട പുറത്ത് എവിടെയെങ്കിലും അതിന്റെ രക്തപരിശോധിക്കാൻ കൊടുക്കുമ്പോൾ എത്രയാണോ അതിന്റെ ചെലവ്, അതിന്റെ ഒരു 10% ഇവിടെയുള്ളൂ. ഇടതുമുന്നണി സർക്കാർ ഏറ്റവും മുൻഗണന നൽകിയത് ആരോഗ്യ മേഖലയിലാണെന്ന് മനഃപൂർവ്വം വിസ്മരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിർധനർ ആശ്രയിക്കുന്ന പൊതു ആരോഗ്യ മേഖല തകർക്കുവാൻ പ്രത്യേകം അജണ്ടയാണ് UDF നടപ്പിലാക്കുന്നതെന്നും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വികസന കുതിപ്പ് നേടുമ്പോൾ പാലായിൽ വികസന ലോക്ക്ഡൌൺ നടപ്പാക്കുന്നുവെന്ന് ജോസ് കെ മാണി ആരോപിച്ചു. LDF കൺവീനർ ബാബു കെ ജോർജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു, സജേഷ് ശശി, ലാലിച്ചൻ ജോർജ്, നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ, ടോബിൻ കെ അലക്സ്, PK ഷാജകുമാർ, ബെന്നി മൈലാടൂർ, ജോസ് ടോം, KS രമേശ് ബാബു, ഷാജി, S സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ ബേബി ഉഴുത്തുവാൾ, MD ജാൻഡിഷ്, ഷാർലി മാത്യു, TO അനൂപ്, പുഷ്പചന്ദ്രൻ, K അജി, VG വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. i4A ന്യൂസ് പാല.